ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമുക്ക് വീട്ടുവിശേഷം എല്ലാം കാണിക്കാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണിക്കാം കേട്ടോ എല്ലാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പായ്ക്കിട്ട് കൊടുക്കാം കേട്ടോ മുഖത്ത്. ഇന്നലെ ഞാൻ എന്താണ് ചെയ്തത്? ഇന്നലെ ഞാൻ ചെയ്ത പായ്ക്ക് എന്തായിരുന്നു ഓർമ്മയില്ല കേട്ടോ. അത് മറന്നുപോയി എന്തായിരുന്നെന്ന് ഞാൻ ചെയ്തത് ഇന്നലെ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു പായ്ക്കിട്ട് കൊടുക്കാം. നല്ല ചൂട് കാലാവസ്ഥയല്ലേ, ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. ഞാൻ ഇന്നലെ മുതലേ പറയുന്നു ഇവിടെ നല്ല ചൂടാണ്. ഇതേ വെളിയിലോട്ടൊക്കെ ഇറങ്ങി പോയിട്ട് ഇവിടെ വരുമ്പോഴത്തേന് ഞാൻ കരിഞ്ഞു ഉണങ്ങി നാശകോശമാവുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു പായ്ക്കിട്ട് കൊടുക്കാം. പായ്ക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ നല്ല കട്ടത്തൈര് ഇതേ എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം, നല്ല സൂപ്പറാണ്. ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു നല്ലൊരു പായ്ക്കാണ് കേട്ടോ. അപ്പോഴിതേ നമ്മൾ കട്ട തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, നിങ്ങൾക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് പഴുത്ത തക്കാളി നീരായാലും കുഴപ്പമില്ല കേട്ടോ. ഇതേ ഇതിനായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കും കേട്ടോ. നമുക്കിങ്ങനെ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളിയും ഈ നാരങ്ങ നീര് മാത്രമായാലും നമുക്ക് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും സൂപ്പറാണ്, നിങ്ങളത് ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടി. അത് ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഇതിൻ്റെ ബ്രൂവോ എന്ത് വേണം, ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേ ഇതിലേക്ക് നമുക്ക് കാപ്പിപ്പൊടി, നല്ലൊരു പായ്ക്കാണ് കേട്ടോ. എപ്പോഴും നല്ല കാപ്പിപ്പൊടിയുടെ നല്ല ഒരു ഇത് തന്നെയാണ് കേട്ടോ. കാപ്പിപ്പൊടിയുടെ തൈര് പായ്ക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ നമുക്ക് കുഴയ്ക്കാം. നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല കട്ട തൈര് നമ്മളിത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് ഇത് നമ്മൾ മുഖത്തിട്ടാൽ സൂപ്പറാണ്. ഞാൻ പറഞ്ഞില്ലേ, നാരങ്ങ നീരും തൈരും ആയാലും സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ചെയ്യണം. ഈ കാലാവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള സംഭവങ്ങൾ ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. അത്രയ്ക്ക് ചൂടാണ് ഇവിടെ, നമുക്കിവിടെ ചൂടാണ്. ചിലയിടത്തൊക്കെ നല്ല മഴയൊക്കെ പെയ്തു എന്ന് പറയുന്നത് കേട്ടു. ഇതേ നമ്മുടെ പായ്ക്കുണ്ടോ, അടിപൊളി സെറ്റായി. കട്ട തൈര് തന്നെ എടുക്കണം, വെള്ളം മാതിരി ഉള്ളത് എടുക്കരുത് കേട്ടോ. കട്ട തൈര് തന്നെ എടുക്കണം. ഇത് നല്ല കട്ട തൈരായിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നാരങ്ങ നീര് അല്ലെങ്കിൽ നമുക്ക് ഇത് തക്കാളിയുടെ നീര് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ തേച്ച് പിടിപ്പിക്കുക. തൈരും നാരങ്ങ നീര് സൂപ്പറാണ് കേട്ടോ. അതും സൂപ്പറാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും നാരങ്ങ നീര് മാത്രമായിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. എന്തെങ്കിലും കൂടെ കൂട്ടി വേണം നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കാനും. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ ഇച്ചിരി നേരം മുറ്റത്തോട്ടൊന്ന് പോയി നിന്നിട്ട്, അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ വയ്യ കേട്ടോ. ചൂട്, ഭയങ്കര ചൂട്, എനിക്ക് സഹിക്കാനേ വയ്യ. ഞാനതാണ് വിശറിയും പേപ്പറുമായിട്ടൊക്കെ എപ്പോഴും ഇരിക്കുന്നത്. സഹിക്കാൻ വയ്യാത്ത ചൂട്. നന്നായിട്ട് ഇച്ചിരി കട്ടിക്ക് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പുറത്തൊക്കെ ആൾക്കാർ, ഞാൻ അതുകൊണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ തന്നെ നിൽക്കുന്ന കേട്ടോ. വെളിയിലും റോഡിലുമൊക്കെ ആൾക്കാർ നിൽക്കും. നമ്മൾ ഈ പായ്ക്ക് അവിടെ ഇരുന്നത്തേക്ക് ശരിയാണ്. നന്നായി ഇച്ചിരി കട്ടിക്ക് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് നിൽക്കാം കേട്ടോ കൂട്ടുകാരി. അടുക്കള നമ്മുടെ ബ്യൂട്ടി പാർലർ ആക്കിയേക്കും ഞാൻ കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 15 മിനിറ്റ് നമ്മൾ സംസാരിക്കരുത് കേട്ടോ. എടുത്ത് വെച്ചിട്ട് പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട കേട്ടോ. അങ്ങനെ പറയുന്നത് പോലെ ഇനി നമുക്ക് വെളുത്തു പാകാം. ഇതൊക്കെ തേച്ച് കേട്ടോ. ഇതൊക്കെ തേച്ച് നമുക്ക് വെളുത്തു പാകാം. ഞാൻ ഈ താലി കരുത്തിൽ നൂരാക്കുകൊണ്ടേ മാലയ്ക്കകത്തൊക്കെ പായ്ക്കാം. ഞാനത് ചൂടുവെള്ളത്തിൽ ഇട്ട് മഞ്ഞളിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ മാല എപ്പോഴും കഴുകുന്നത്.
നമ്മൾ ചൂടുവെള്ളം തിളപ്പിക്കുക, അതിലേക്ക് നമ്മുടെ മാല ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുക കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. സ്വർണ്ണങ്ങളൊക്കെ കഴുകുന്നത് നമ്മളിങ്ങനെ പായ്ക്ക്, ഞാൻ താലിമാല ഊരാറില്ല കേട്ടോ, താലി നമ്മൾ കഴുത്തിൽ അങ്ങനെ ഊരാറില്ല. അപ്പോൾ ഞാൻ കരുതുന്നത് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് വെള്ളം തിളപ്പിക്കുക, അതിലേക്ക് നമ്മുടെ സ്വർണം ഇട്ട് കൊടുക്കുക, അതിലേക്ക് നമ്മുടെ മഞ്ഞൾ കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഇത് നമ്മൾ ഇച്ചിരി നേരം അതിനകത്ത് തന്നെ ഇട്ടേക്കുക. കഴുകാൻ നേരം കേട്ടോ, കഴുകാൻ നേരം സമയം, അല്ലാതെ എപ്പോഴും ഞാൻ ഊരാറില്ല കേട്ടോ. അപ്പോൾ താലി ഞാൻ കഴുത്തുനിന്ന്. പിന്നെ നമ്മൾ ഇച്ചിരി നമ്മുടെ ഇതൊക്കെ കഴുകാൻ നമ്മൾ ബ്രഷ് എടുത്ത് വെച്ചിട്ടില്ല, ആ ബ്രഷ് കൊണ്ട് നന്നായിട്ട് എന്തെങ്കിലും നമ്മുടെ ലിക്വിഡ് എന്തെങ്കിലും ഏതെങ്കിലും ഓരോ ലിക്വിഡ് വെച്ച് നമ്മളത് നന്നായിട്ട് കഴുകുക. നന്നായിട്ട് നല്ല സ്വർണ്ണം നല്ല കളറായിട്ടിരിക്കും കേട്ടോ. ഞാനങ്ങനെയാണ് എൻ്റെ മാലയും കൊലുസുമൊക്കെ കഴുകുന്നത് കേട്ടോ. അപ്പോഴൊക്കെ ഇത് നമ്മൾ ഇട്ടിട്ടുണ്ട്, കഥയൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം. നന്നായിട്ട് കട്ടിക്കാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോഴിതാ നമ്മൾ അകത്ത് നിന്നാണ് ഞാൻ പായ്ക്കിട്ടത്. ഞാൻ കഴുകിയിട്ട് വെളിയിൽ വന്നു. നല്ല കളറ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ തൈരും നാരങ്ങ നീരും മാത്രമായാലും സൂപ്പറാണ്. ഇതേ എൻ്റെ മുഖം എന്ത് കറുത്തിരുന്നതാണ്. ഞാൻ വെളിയിലൊക്കെ പോയി വെയിൽ കൊണ്ടിരുത്തി, ഇവിടെയൊക്കെ നടന്നിട്ട് വെയിലൊക്കെ കൊണ്ട് വല്ലാതെ ക്ഷീണിച്ചിരുന്നു എൻ്റെ മുഖം കേട്ടോ. വല്ലാതെ സത്യം കറുത്തിരുന്ന മോന്തയാണ് എൻ്റെ, സത്യമായിട്ടാണ് നിങ്ങൾക്കറിയാതെ. ആദ്യം ഞാൻ ഈ പായ്ക്കിട്ട് അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഇതേ നല്ല കളറായിട്ട് കിട്ടി കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്ക്. ഈ ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ഇത് നല്ല പറ്റിയൊരു പായ്ക്കാണ് കേട്ടോ. ഈ തൈര് നന്നായിട്ട് നല്ല കട്ട തൈര് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അടിപൊളിയാണ്, നമുക്ക് ഇഷ്ടപ്പെടും. വലിയ ചിലവൊന്നുമില്ല. ഒരു ഇച്ചിരി നാരങ്ങ നീര് അല്ലാതവ നിങ്ങൾക്ക് നീര് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാൻ കേട്ടോ. ഇത് സൂപ്പറാണ് കേട്ടോ ാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മുടെ കൈകളിലും കൂടെ നിങ്ങൾ പരട്ടിക്കുക കേട്ടോ. അതും കിടുവാണ്. ഞാൻ ഈ അധികം വരുന്ന പായ്ക്കുകളൊക്കെ നമ്മുടെ കൈകളിൽ ഇട്ട് കൊടുക്കും കേട്ടോ. സൂപ്പറാണ്. അത് നമ്മുടെ കൈയൊക്കെ നല്ല കളറായിട്ട് ഇരിക്കാൻ. ഇപ്പം ഞാൻ ഒന്നും പരട്ടിയില്ല. ഇപ്പം ഞാൻ ഫുള്ളേ നമ്മുടെ മുഖത്തങ്ങ് പരട്ടി ചെയ്ത് ചെയ്ത് കേട്ടോ. ഇവിടെ വരെ കുറഞ്ഞത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, കിടുക്കാച്ചയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്നത്. നല്ല ഒരു സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും, ഒരു മിനുസം തോന്നും നമുക്കിത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം, നമുക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി പായ്ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പായ്ക്കൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ മറക്കരുതേ. അപ്പോൾ അടിപൊളി പായ്ക്കാണ്, തീർച്ചയായിട്ടും ചെയ്തോളൂ. എന്ന് നമുക്കിത് ചെയ്യാൻ പറ്റിയ കിടിലൻ പായ്ക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ടിപ്പുകളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.